കൊടുക്കാനോർത്ത് 3.5 വയസ്സിന് ശേഷം എനിക്ക് പനി വന്നാണ് എനിക്കിങ്ങനെ സംഭവിച്ചത്. അപ്പം എൻ്റെ പേര് സിന്ധു. ഞാൻ ആലപ്പുഴ നഗരസഭയുടെ നെഹ്റു ട്രോഫി വാർഡിലാണ് എൻ്റെ വീട്. 18-ലെ പ്രളയത്തിന് അച്ഛനും അമ്മയൊക്കെ ആയിട്ട് അനിയത്തിയുടെ വീട്ടിൽ വന്ന സമയത്താണ് ഞാൻ ഈ ലോട്ടറി കച്ചവടത്തിനായിട്ട് ഇറങ്ങിയത്. അങ്ങനെ ഞാനിപ്പോഴും തുടർന്ന് ഇത് ചെയ്യുന്നു. കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് നമുക്ക് നഷ്ടങ്ങളും ഇതുമൊക്കെ ഉണ്ട്. എന്നാലും ഇപ്പോഴും ഞാൻ പിടിച്ചു നിന്ന് പോകുന്നു. പിന്നെ വീട്ടിൽ നിന്ന സമയത്തായാലും വെറുതെ ഇരിക്കുന്നൊരു ശീലം എനിക്കില്ലായിരുന്നു. അന്നും പിന്നെ നേരത്തെ ആദ്യം അച്ഛൻ വല കെട്ടി എന്നത് കണ്ടിട്ടുള്ളതുകൊണ്ട് ഞാൻ വല കെട്ടുമായിരുന്നു. പിന്നീട് അത് കഴിഞ്ഞ് ഞാൻ വീടി തീർക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു വരുമാനവും ഇല്ലാന്ന് തോന്നി. പിന്നെ ഒരു ചെറിയ സ്റ്റേഷനറി കട ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ സ്വയം പേപ്പർ കൊണ്ട് കൂടൊട്ടിച്ച് അങ്ങനെയൊക്കെ ആണ് അന്ന് ജീവിച്ചിരുന്നത്. പിന്നെ ഈ പ്രളയത്തിന് ഇങ്ങനെ അനിയത്തിയുടെ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ലോട്ടറി കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ പോന്നു കഴിഞ്ഞ് ഇപ്പം ഞാൻ തുടർന്ന് ഇത് തന്നെയാണ് ചെയ്യുന്നത്. രാവിലെ അനിയത്തിയുടെ വീട്ടിൽ നിന്ന് ഞാൻ ഇങ്ങോട്ട് പിള്ളേരുണ്ടായിരുന്നപ്പോൾ അനിയത്തിയുടെ മക്കളുണ്ടായിരുന്നപ്പോൾ അവരെന്നെ ഇങ്ങോട്ട് വീൽ ചെയറിൽ തന്നെ ഉരുട്ടി കൊണ്ടുവന്ന് ആക്കുമായിരുന്നു. പക്ഷേ ഇപ്പം അവരുടെ ജോലിയുടെ ഭാഗമായിട്ടൊക്കെ വീട്ടിലില്ലാത്തത് കൊണ്ട് ഞാനിപ്പം രാവിലെ ഓട്ടോയ്ക്കാണ് ഇങ്ങോട്ട് കയറി ഇറങ്ങുന്നത്. തിരിച്ച് ഞാൻ ഇവിടെ വരുന്ന ആരെങ്കിലും കൊണ്ട് അപ്പുറത്തോട്ടാക്കിച്ചിട്ട് ഞാൻ തനിയെ ഉരുട്ടിയാണ് വീട്ടിലെ അനിയത്തിയുടെ വീട്ടിലേക്ക് ഞാൻ വീൽ ചെയർ തനിയെ ഉരുട്ടി പോവുകയാണ്. പിന്നെ 3.5 വയസ്സിന് ശേഷം എനിക്ക് പനി വന്നാണ് എനിക്കിങ്ങനെ സംഭവിച്ചത്. അപ്പോൾ ഞാൻ കിടപ്പായിരുന്നു. അതിൽ നിന്ന് പിന്നെ ചികിത്സയുടെ ഭാഗമായിട്ടാണ് ഞാൻ എഴുന്നേറ്റ് ഈ കയ്യെ കുത്തിയൊക്കെ നടക്കാനും എടുക്കാനും ഒക്കെ തുടങ്ങിയത്. ഈ കച്ചവടം നിലനിർത്തിക്കൊണ്ട് എനിക്ക് പോകണമെങ്കിൽ എനിക്കൊരു വീടും സ്ഥലവും ഇവിടെ എവിടെയെങ്കിലും ഒരു താമസ സൗകര്യം റെഡിയാകണം. ഇപ്പം നമ്മുടെ പേരിൽ 1 സെൻറ്റ് ഭൂമിയോ അതിലൊരു വീടോ ഉള്ള അത്രയും സ്വാതന്ത്ര്യവും ഇതും നമുക്കാകില്ലല്ലോ. കൂടപ്പുറപ്പുക്കളുടെ ആയാലും മറ്റാരുടെ കൂടെ നിന്നാലും നമുക്കുണ്ടാകുന്നത്.